നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ അനുദിനം നാടകീയ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ അഭയം കണ്ടെത്തിയിരിക്കുകയാണ്. BJP വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. BJP ഏകാധിപത്യ പ്രവണതയുള്ള സംഘടനയെന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നതാണ് ഞാൻ ചെയ്തത്. ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ, സ്നേഹം, കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഏകാധിപത്യ പ്രവണതയുള്ള, ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. BJP വിടാൻ കാരണം തന്നെ സുരേന്ദ്രനും സംഘവുമാണ്. ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് പോലും BJP തന്നെ വിലക്കുകയും താൻ BJPയിൽ നേരിട്ടത് ഒറ്റപ്പെടലാണെന്നും സന്ദീപ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി മുതൽ ഞാൻ കോൺഗ്രസിൻ്റെ സ്നേഹത്തിൻ്റെ കടയിൽ തുടരും. കോൺഗ്രസിൻ്റെ ആശയം എന്നത് ഇന്ത്യയുടെ ആശയമാണെന്നാണ് സന്ദീപ് ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് K. സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. നേരത്തെ പറഞ്ഞു പ്രസിഡന്റ് പറയും. ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി BJPക്ക് ഉണ്ടാക്കിയാണ് പാർട്ടി വിടുന്നത്. പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നിന്നടക്കം മാറ്റിയിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് K. സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്തത്. ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം BJPക്ക് ഒരു തരി പോറൽ പോലും ഏൽപ്പിക്കില്ല എന്നാണ് K. സുരേന്ദ്രൻ സന്ദീപ് വാര്യരുടെ പത്രസമ്മേളനത്തിന് ശേഷം പ്രതികരിച്ചത്. ശേഷം സന്ദീപ് വാര്യർക്ക് മറുപടിയുമായി BJP നേതാവ് പത്മജ വേണുഗോപാലും രംഗത്തെത്തി. മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് സന്ദീപ് വാര്യർ കയറിയതെന്നും സ്നേഹത്തിൻ്റെ കടയിലല്ല അംഗത്വം എടുത്തതെന്നും പത്മജ വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നു. പത്മജയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കഷ്ടം സന്ദീപേ, നിങ്ങൾ എത്ര വലിയ കുഴിയിലാണ് വീണിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇനി ഇത്രയും കാലം ഛർദ്ദിച്ചതൊക്കെ വിഴുങ്ങണ്ടേ? KPCC പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. 2 ദിവസമായി ഷാഫിയും സന്ദീപ് വാര്യരും എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി. സന്ദീപേ, ആ ഇരിക്കുന്നതിൽ 2 പേർക്ക് നിങ്ങളെ ഇലക്ഷൻ വരെ ആവശ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ വരുന്നതിൽ തീരെ താല്പര്യമില്ല. മുങ്ങാൻ പോകുന്ന കപ്പലിലാണല്ലോ സന്ദീപേ നിങ്ങൾ പോയി കയറിയത്. സ്നേഹത്തിൻ്റെ കടയിലല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത്. വെറുപ്പിൻ്റെയും പാപികളുടെയും ഇടയിലേക്കാണ് നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. അത് കാലം തെളിയിക്കും. സന്ദീപ് വാര്യരുടെ CPIM പ്രവേശം പാർട്ടി പരിശോധിച്ച് തള്ളിയതാണെന്നാണ് AA റഹീം MP പറഞ്ഞത്. പാർട്ടി തലത്തിൽ പരിശോധനകൾ നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടാകാം പരിശോധന നടന്നത്. വിഷയത്തിൽ ആധികാരികമായി പറയേണ്ടത് നേതൃത്വമാണെന്നാണ് AA റഹീം പറഞ്ഞത്. അതേസമയം ഗാന്ധിജിയെ ചെറുതായൊന്ന് വെടിവെച്ച് കൊന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെയാണ് കോൺഗ്രസ് പാർട്ടി മാലയിട്ട് സ്വീകരിച്ചത് എന്ന് DYFI നേതാവ് VK സനോജ് പറയുന്നു.
കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ വേളയിൽ പ്രക്ഷോഭം നടത്തുന്ന മനുഷ്യരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് ചുട്ടുകൊല്ലണമെന്ന് ഫേസ്ബുക്കിൽ എഴുതിയയാൾക്ക് ഒടുവിൽ പറ്റിയ തട്ടകം തന്നെയാണ് ഇപ്പോഴത്തെ സതീശ സുധാകര ഷാഫി കോൺഗ്രസ് എന്നും സനോജ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കേരള BJPയുടെ കച്ചവട കുഴൽപ്പണ രാഷ്ട്രീയത്തിനിടയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വേണ്ടത്ര വേഗതയിൽ നടക്കാത്തതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഇന്നത്തെ കോൺഗ്രസ് ആണ് എന്ന് സന്ദീപ് വാര്യർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നും ഇന്നലെ വരെ ഒന്നിച്ച് പ്രവർത്തിച്ച ഡോക്ടർ സരിന് കല്യാണ വീട്ടിൽ വെച്ച് മുഖാമുഖം കണ്ടപ്പോൾ കൈകൊടുക്കാത്ത ഷാഫി മാങ്കൂട്ടങ്ങൾ RSSനെ തള്ളിപ്പറയാത്ത സന്ദീപ് വാര്യരെ കെട്ടിപ്പുണരുന്നുവെന്നും VK സനോജ് വ്യക്തമാക്കി. വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുമെന്ന്. കാരണം ഇത് രാഷ്ട്രീയമാണ്.